So once again, hello guys, ഞാനാണ് ആദിത്യ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും മലയാളം ടെക് ഫാക്ടറി ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോ നമ്മളിൽ പലരുടെയും റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ഫാമിലി മെമ്പേഴ്സോ ഒക്കെ വെളി രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ടാവും, പഠിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അവിടെ സെറ്റിൽഡ് ആയിരിക്കും. സോ നമ്മളിൽ പല ആൾക്കാരും അവരെ കോൺടാക്ട് ചെയ്യുന്നതിന് വേണ്ടി സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന മെത്തേഡ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നില്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മൾ അവരുമായിട്ട് ചാറ്റ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഓൺലൈൻ വീഡിയോ കോൾ അല്ലെങ്കിൽ ഓഡിയോ കോൾ ചെയ്യും. എന്നാൽ ഇതിന് കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. അതായത് നമ്മളും അവരും ഒരേ ആപ്ലിക്കേഷൻ തന്നെ നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം, നമ്മുടെ ഫോണിലും അവരുടെ ഫോണിലും ഡേറ്റ കണക്ഷൻ ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ നമ്മളും അവരും ഒരേ സമയത്ത് ഓൺലൈനിൽ വന്നിട്ടുണ്ടാവണം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ ലിമിറ്റേഷൻസ് ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യാറുള്ളൊരു മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻ്റർനാഷണൽ കോൾസ് ചെയ്യുക എന്നുള്ളതാണ്. സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻ്റർനാഷണൽ കോൾ സർവീസ് എന്ന് പറയുന്നത് നമ്മുടെ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് തരുന്നതാണ്. അതായത് നമ്മുടെ ജിയോ, എയർടെൽ, ഐഡിയ, വോഡാഫോൺ ഇതുപോലുള്ള നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് നൽകുന്ന ഇൻ്റർനാഷണൽ കോളിംഗ് ഫെസിലിറ്റിയാണ് നമ്മളിൽ പല ആൾക്കാരും യൂസ് ചെയ്യാറുള്ളത്. എന്നാൽ ഇതിൻ്റെ റേറ്റ്സ് ഒക്കെ വളരെ ഹൈ ആണ്. അതുകൊണ്ട് തന്നെ ഇതൊക്കെ കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് നമുക്ക് പറയാൻ സാധിക്കും. എന്നാൽ ഈ പറഞ്ഞ പ്രശ്നങ്ങൾക്കെല്ലാം സൊല്യൂഷൻ ആയിരിക്കാം ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ ഇൻ്റർനാഷണൽ കോൾസ് ചെയ്യാൻ സാധിക്കുന്ന ഒരു കിടിലൻ പ്ലാറ്റ്ഫോമാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. അതാണ് ടോക്ക് 360. സോ ഇന്നത്തെ ഒരു വീഡിയോയുടെ നിങ്ങൾ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോക്ക് 360 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ ഉപയോഗങ്ങളും അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യാമെന്നാണ്. സോ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്ത് ഓൾ നോട്ടിഫിക്കേഷൻ സെലക്ട് ചെയ്യാനും മറക്കണ്ട. സോ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്ക് ടോക്ക് 360 എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ഒന്നാമത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ ഇൻ്റർനാഷണൽ കോൾസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. സാധാരണ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സ് വളരെ വലിയ എമൗണ്ടാണ് നമ്മളിൽ നിന്ന് ഇൻ്റർനാഷണൽ കോൾസിന് വേണ്ടി ഈടാക്കുന്നത്. പക്ഷേ വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ നമുക്ക് ടോക്ക് 360 ആപ്ലിക്കേഷൻ യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻ്റർനാഷണൽ കോൾസ് ചെയ്യാൻ സാധിക്കും. ഇനി രണ്ടാമത് ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ടോക്ക് 360 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നമ്മൾ ഇൻ്റർനാഷണൽ കോൾസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഫോണിൽ മാത്രം ഈ ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാവും. നമ്മളുടെ ഫോണിൽ മാത്രം ഇൻ്റർനെറ്റ് കണക്ടിവിറ്റി ഉണ്ടായിരുന്നാൽ മതിയാവും. നമ്മൾ ആരെയാണോ വിളിക്കുന്നത് അവരുടെ ഫോണിൽ ഈ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല, അവരുടെ ഫോണിൽ ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുടെ ആവശ്യം വരുന്നില്ല. ജസ്റ്റ് ഏതെങ്കിലും ഒരു ഫോൺ ഉണ്ടായിരുന്നാൽ മതിയാവും, അല്ലെങ്കിൽ ലാൻഡ് ലൈൻ ഉണ്ടായിരുന്നാൽ മതിയാവും. ഇനി മൂന്നാമത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് മൊബൈൽ ഫോൺസിലേക്ക് മാത്രമല്ല ലാൻഡ് ലൈനിലേക്കും ഇൻ്റർനാഷണൽ കോൾസ് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. അത് മാത്രമല്ല നാലാമത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ ഇതേപോലുള്ള ഇൻ്റർനാഷണൽ കോളിംഗ് ആപ്ലിക്കേഷൻസ് ഒക്കെ യൂസ് ചെയ്ത് മറ്റുള്ളവരെ ഇൻ്റർനാഷണൽ കോൾസ് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു വ്യക്തിയുടെ ഫോണിൽ ആ ഒരു കോൾ വരുന്നത് ഒരു സ്കാം നമ്പർ പോലത്തെ ഒരു കോളായിട്ടായിരിക്കും. പക്ഷേ നമ്മൾ ഈ ഒരു ടോക്ക് 360 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ വഴിയാണ് കോൾ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ റിയൽ നമ്പർ തന്നെയായിരിക്കും അവരുടെ ഫോണിലും കോൾ വരുന്ന സമയത്ത് കാണിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് തന്നെ നമ്മളാണ് കോൾ ചെയ്യുന്നതെന്ന് അവർക്ക് വളരെ വേഗം റെക്കഗ്നൈസ് ചെയ്യാൻ സാധിക്കും. സോ ഇതൊക്കെയാണ് ടോക്ക് 360 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ്റെ മെയിൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളൊരു ആൻഡ്രോയിഡ് യൂസർ ആണെങ്കിൽ പ്ലേ സ്റ്റോർ വഴി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നിങ്ങളൊരു iOS യൂസർ ആണെങ്കിൽ ആപ്പ് സ്റ്റോർ വഴി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. എന്തായാലും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നീട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടി കുറേ സ്പെഷ്യൽ ഓഫേഴ്സ് അവർ നൽകുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും വീഡിയോ അവസാനം വരെ കാണുക. സോ ഇനി എങ്ങനെയാണ് ഈ ഒരു ടോക്ക് 360 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ യൂസ് ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ആദ്യം തന്നെ ടോക്ക് 360 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരുമ്പോൾ ഇതേപോലൊരു ഇൻ്റർഫേസ് ആയിരിക്കും നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുക. അവിടെ നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാനായിരിക്കും ചോദിക്കുക. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ അവിടെ എൻ്റർ ചെയ്ത് കൊടുത്ത് നെക്സ്റ്റ് കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. ആ ഒരു OTP അവിടെ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷനിലേക്ക് സൈനപ്പ് ചെയ്യാൻ സാധിക്കും. അത് കഴിഞ്ഞ് വരുന്ന ഇൻ്റർഫേസിൽ നിങ്ങളുടെ കൺട്രി കറൻസി ഏതാണെന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. സോ അവിടെ ഡീഫോൾട്ടായിട്ട് തന്നെ INR എന്നായിരിക്കും കാണിക്കുക, അതായത് ഇന്ത്യൻ റുപ്പി എന്നായിരിക്കും കാണിക്കുക. ഇനി INR അല്ലെങ്കിൽ ഇന്ത്യൻ റുപ്പി എന്നല്ല നിങ്ങൾക്ക് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ INR ആക്കി കൊടുക്കുക. അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരെ ഓപ്പണായി വരുന്നത് നമ്മുടെ ആപ്ലിക്കേഷൻ്റെ ഹോം പേജിലേക്കായിരിക്കും. ഇവിടെ ഹോം പേജിലായിട്ട് നിങ്ങൾ താഴെ നോക്കുകയാണെങ്കിൽ അവിടെ കുറേ അധികം ഓപ്ഷൻസ് കാണാൻ സാധിക്കും. സോ ഈ ഓപ്ഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അതിൽ ഫസ്റ്റ് ഓപ്ഷനാണ് മെസ്സേജ് എന്ന് പറയുന്ന ഓപ്ഷൻ. സോ ഈ ഒരു മെസ്സേജ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ആപ്ലിക്കേഷനിൽ വരുന്ന മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇനി രണ്ടാമതായിട്ട് വരുന്ന ഓപ്ഷനാണ് റീസെൻ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. സോ ഇവിടെ നമ്മൾ ഇതുവരെ ചെയ്ത ഇൻ്റർനാഷണൽ കോൾസിൻ്റെ എല്ലാം കോൾ ലോഗ്സും അതുപോലെ തന്നെ ഹിസ്റ്ററിയും ഒക്കെ അവിടെ കാണാൻ സാധിക്കും. ഇനി മൂന്നാമത് വരുന്ന ഓപ്ഷനാണ് ഡയൽ പാഡ് അല്ലെങ്കിൽ കീപാഡ് എന്ന് പറയുന്ന ഓപ്ഷൻ. സോ ആ ഒരു ഓപ്ഷനിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ ഒരു ഡയൽ പാഡ് കാണാൻ സാധിക്കും. സോ ആ ഒരു ഡയൽ പാഡിൽ നമുക്ക് ഇഷ്ടമുള്ള നമ്പർ ടൈപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ളവരുമായിട്ട് ഇൻ്റർനാഷണൽ കോൾസ് ചെയ്യാൻ സാധിക്കുന്നതാണ്.
ഇനി നാലാമതായിട്ട് വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് കോൺടാക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ്. സോ നമ്മുടെ ഫോണിലുള്ള കോൺടാക്ട്സ് ഈ ഒരു ആപ്ലിക്കേഷനുമായിട്ട് സിങ്ക് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് അതിലുള്ള ആരുമായിട്ട് വേണമെങ്കിലും നമുക്ക് ഇൻ്റർനാഷണൽ കോൾസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇനി അഞ്ചാമതായിട്ട് വരുന്ന ഓപ്ഷനാണ് മെനു ഓപ്ഷൻ. സോ മെനു ഓപ്ഷനിൽ ഒരുപാടധികം ഓപ്ഷൻസ് വരുന്നുണ്ട്. സോ അതെന്തൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. ഇനി നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ വഴി ഇൻ്റർനാഷണൽ കോൾസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സാധാരണ നിങ്ങൾ എങ്ങനെയാണോ ഇൻ്റർനാഷണൽ കോൾസിന് വേണ്ടിയിട്ട് ടോപ്പ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് നിങ്ങൾക്ക് ടോപ്പ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. പക്ഷേ സാധാരണ നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സിന് നിങ്ങൾ ഇൻ്റർനാഷണൽ കോൾസിന് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യേണ്ട എമൗണ്ട് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ ചുരുങ്ങിയ ചിലവിൽ തന്നെ ടോക്ക് 360 എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ കോൾസ് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇനി എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് ടോപ്പ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഏറ്റവും താഴെയായിട്ട് കാണുന്ന മെനു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഏറ്റവും മുകളിലായിട്ട് ബൈ ക്രെഡിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ്. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കുറേ അധികം ടോപ്പ് എമൗണ്ട്സ് അവിടെ കാണാൻ സാധിക്കും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോപ്പ് വൗച്ചർ നിങ്ങൾ സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെയായിട്ട് ഒരുപാട് പേയ്മെൻറ്റ് മെത്തേഡ്സ് അവൈലബിൾ ആണ്. നിങ്ങൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന എല്ലാ പേയ്മെൻറ്റ് മെത്തേഡ്സും ഈ ഒരു ആപ്ലിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പേയ്മെൻറ്റ് മെത്തേഡ്സ് വഴി ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ടോപ്പ് ചെയ്യാവുന്നതാണ്. അത് മാത്രമല്ല മറ്റൊരു ഓപ്ഷൻ കൂടി അവിടെ വരുന്നുണ്ട്. അതാണ് ഓട്ടോ റീചാർജ് എന്ന് പറയുന്ന ഓപ്ഷൻ. സോ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബാലൻസ് കുറയുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കലി തന്നെ എമൗണ്ട് ടോപ്പ് ആവുന്നതായിരിക്കും. സോ അത് വളരെ നല്ലൊരു ഫ്യൂച്ചറായിട്ട് എനിക്ക് തോന്നി. പിന്നീട് വരുന്നൊരു ഫ്യൂച്ചർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ അല്ലെങ്കിൽ മറ്റാർക്കെങ്കിലോ ഈ ടോക്ക് 360 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടെന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവരുടെ ബാലൻസ് കുറവാണെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് ബാലൻസ് നിങ്ങൾക്ക് അവർക്ക് ഷെയർ ചെയ്ത് നൽകാൻ സാധിക്കും. അതെങ്ങനെയെന്നല്ലേ? അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം തന്നെ ടോക്ക് 360 ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുമ്പോൾ ഏറ്റവും താഴെയായിട്ട് മെനു ഓപ്ഷൻ കാണാൻ പറ്റും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ നിങ്ങൾക്ക് അവിടെ താഴെയായിട്ട് ഷെയർ ക്രെഡിറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് ആർക്കാണോ ഈ ഒരു ക്രെഡിറ്റ് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടത് അവരുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യാനുള്ളൊരു ബോക്സ് വരും. സോ ആ ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക ആ ഒരു ബോക്സിനുള്ളിലായിട്ട്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കോൺടാക്റ്റിൽ നിന്ന് ആ ഒരു വ്യക്തിയുടെ നമ്പർ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും അവിടെ അവൈലബിൾ ആണ്. സോ നമ്പർ എൻ്റർ ചെയ്തതിന് ശേഷം ഏറ്റവും താഴെയായിട്ട് കാണുന്ന ബോക്സിൽ നിങ്ങളാണെങ്കിൽ എമൗണ്ട് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതായത് എത്ര എമൗണ്ട് ആണ് അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കേണ്ടതെന്നുള്ള കാര്യം എൻ്റർ ചെയ്ത് കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് ഷെയർ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ക്രെഡിറ്റ് ബാലൻസ് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടോ റിലേറ്റീവ്സുമായിട്ടൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇൻ്റർനാഷണൽ കോൾസ് ചെയ്യുമ്പോൾ ആ ഒരു റേറ്റ്സ് അറിയണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് താഴെയായിട്ട് കാണുന്ന മെനു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് മുകളിലായിട്ട് റേറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാൻ പറ്റും. സോ അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്തിൻ്റെ റേറ്റ്സ് എന്താണെന്ന് കറക്റ്റായിട്ട് അവിടെ അറിയാൻ പറ്റും. ഇപ്പം മൊബൈൽ ഫോണിലേക്ക് കോൾ ചെയ്യുമ്പോൾ ഉള്ള റേറ്റ്സ് എത്രയാണെന്നും ലാൻഡ് ലൈനിലേക്ക് കോൾ ചെയ്യുമ്പോൾ ഉള്ള റേറ്റ്സ് എത്രയാണെന്നും അവിടെ കൃത്യമായിട്ട് കാണിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഏത് രാജ്യത്തിൻ്റെ വേണമെങ്കിലും റേറ്റ്സ് നിങ്ങൾക്ക് എടുത്ത് വെച്ച് നോക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനും നിങ്ങൾക്ക് അവിടെ മുകളിലായിട്ട് അവൈലബിൾ ആണ്. ഇപ്പോഴൊരു പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടാവും ടോക്ക് 360 എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും ഒപ്പം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് ടോക്ക് 360 ഒരു പ്രത്യേക ഓഫർ തന്നെ നൽകുന്നുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന യൂണിക് ലിങ്ക് വഴിയാണ് നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ജോയിൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 50% ക്രെഡിറ്റ് ലഭിക്കുന്നുണ്ട്. സോ എന്തായാലും എല്ലാവരും ഇത് യൂട്ടിലൈസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യാൻ ടൈം ആയിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ലൈക്ക് ചെയ്യാനും ഒപ്പം തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്യാനും മറക്കണ്ട. ഒപ്പം തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും ഒക്കെ താഴെ കാണുന്ന കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ തീർച്ചയായിട്ടും റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ ഇതിലും മികച്ചൊരു വീഡിയോയോടെ നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ ആദി ജേസ് പിള്ള. ബൈ.